എന്തായാലും ഇത് ആദ്യത്തെ കൊടിമരമല്ലല്ലോ, ഒരുപാട് കൊടിമരങ്ങൾ ഇങ്ങനെയാണെങ്കിൽ മാറ്റി കാണണം. അപ്പോൾ ഇതിന് മുൻപ് അങ്ങനെയാണെങ്കിൽ തെളിവുണ്ടാകണ്ടേ? അങ്ങനെ ഒരു തെളിവില്ലല്ലോ. അല്ല അധികാരമില്ലാത്ത വസ്തു തന്ത്രിക്ക് കൊടുത്തു എന്നുള്ളത് ബോർഡ് വരുത്തിയ ഗുരുതരമായ കുറ്റമാണ്, ഒരു സംശയവും വേണ്ടത്. ഇല്ല, ആചാര്യൻ എന്ന് പറയുന്നില്ല, ദാനം കൊടുക്കാനും പറയും. ദാനം കൊടുക്കേണ്ടത് ദേവസ്വത്തിൻ്റെ വസ്തുവകകൾ എടുത്തിട്ടല്ല, അതിന് നിശ്ചിത ഫീസ് ഉണ്ട്, ആ ഫീസ് കൊടുക്കണം. ഇല്ല, തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല. ഇനി ഇങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു തന്നെ വെക്ക്, ഇവരുടെ വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും 2012 ശേഷം അതില്ലല്ലോ. 2012 ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിൽ എന്താ പറയുക? കീഴ്വഴക്കം എന്തു തന്നെ ആയാലും ഇത് കൊണ്ടുപോകാൻ പാടില്ല, ഇത് ദേവസ്വത്തിൻ്റെ വസ്തുവകയാണ്. ദേവസ്വത്തിൻ്റെ വസ്തുവകകൾ എങ്ങനെയാണ് തന്ത്രിയുടേതാകുന്നത്? അവർ ചോദ്യമില്ലേ? ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മീഡിയം 24, ആ 24-ലുള്ള വസ്തുവകകൾ നിങ്ങളുടേതാണോ? നിങ്ങളവിടെ വർക്ക് ചെയ്യുന്ന എരിയിട്ട് പോകുന്ന വഴിക്കെന്ന ഒരു ക്യാമറയും ഒരു ഈ കോലും എടുത്തുകൊണ്ട് പോകാൻ ആരെങ്കിലും തീരുമാനിക്കുക? അങ്ങനെ തീരുമാനിച്ചാൽ പോലീസ് വരില്ലേ? അങ്ങനെ തീരുമാനിച്ചാൽ പോലീസ് വരും. പോലീസ് വന്ന് നിങ്ങൾ അറസ്റ്റ് ചെയ്യും, അത് സ്വാഭാവികമല്ലേ. പിന്നെ നിങ്ങൾ ശരി അവിടെ ഇരിക്കുന്നു, നിങ്ങൾ വന്നിട്ട് പറയണ് ദാ ഏഷ്യാനെറ്റിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, എന്നൊരു കാര്യം ചെയ്യും, ഈ ക്യാമറ ഇതും കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് കോമൺ സെൻസ് അല്ലേ? ലോ ഈസ് നത്തിങ് ബട്ട് കോമൺ സെൻസ്. അന്നൊരാൾ പോലും ഇതിനെ എതിർത്തില്ല എന്നാണ് അജയ് തറയിൻ്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതുപോലെ 2012 ഉത്തരവ് അവ്യക്തമാണ്, എന്തുകൊണ്ട് അന്ന് എതിർത്തില്ല ഇന്നത് എതിർക്കുന്നു എന്ന തരത്തിലാണ് അജയ് തറ. അല്ല, ഒരു കാര്യം തെറ്റാണെന്ന് എന്ന് കണ്ടെത്തി എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കാൻ പറ്റില്ല. അന്നത് എന്തുകൊണ്ട് എതിർത്തില്ല, ഇന്ന് എന്തുകൊണ്ട് എതിർക്കണമെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ പ്രശ്നം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് അപ്പോൾ ഞങ്ങൾ എതിർക്കുന്നു. അന്നിത് നിങ്ങൾ എന്തെല്ലാം ഇങ്ങനെ അവിടെ ഇരുന്ന് അതിക്രിയ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നമ്മൾ ദേവസ്വം ബോർഡിലില്ലല്ലോ, ഉണ്ടോ? അപ്പോൾ അവിടെ എന്താ നടക്കണമെന്ന് നമുക്കറിയില്ലല്ലോ. നിങ്ങൾ നേരെ ചൊവ്വേ കാര്യങ്ങൾ ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് നിങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങളങ്ങനെ ചെയ്തില്ല, അത് നിങ്ങളുടെ കുഴപ്പം. അതുകൊണ്ട് ആ ചോദ്യം അപ്രസക്തമാണ്. ദേവസ്വം ബോർഡിൻ്റെ വസ്തുവകയിൽ തന്ത്രിക്ക് എന്താ അവകാശം? ആ കുടുംബത്തിൻ്റെ അംഗമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു മാറ്റി വെക്കുമോ? ആ പ്രശ്നമില്ലേ? ഞാൻ ചോദിക്കട്ടെ, തന്ത്രിയല്ലേ ഏറ്റവും വൃത്തികേട് ചെയ്ത്? നിങ്ങൾ ആരും അത് കൊടുത്തില്ല, മാധ്യമങ്ങൾ. എന്താ കാരണമെന്ന് എനിക്കറിയില്ല. 10/10/2025 കേരള ഹൈക്കോടതി വിധി, അതിന് 4ാമത്തെ ഖണ്ഡിക നോക്ക്. ആ 4ാമത്തെ ഖണ്ഡിക കണ്ടപ്പോഴാണ് തന്ത്രി കള്ളനാണല്ലോ എന്ന് എനിക്ക് ബോധ്യമായത്. അതുവരെ എനിക്ക് ആയിരുന്നില്ല, കാരണം മാന്യമായി ജീവിക്കുന്ന ഒരാളായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. കോടതിയാണ് എന്താണ് പറഞ്ഞത്? കോടതി പറഞ്ഞത് വ്യാജ മഹസറുണ്ടാക്കി. ഇത് ഗുരുതരമായ കുറ്റമല്ലേ? നിങ്ങളെന്താ അത് കുറ്റമല്ലാത്ത കാണാവുന്നത് അല്ലേ? എന്താണ് ആ വ്യാജ മഹസർ? ചെറിയൊരു കാര്യം. ഒരു സിനിമയിൽ ജഗതി ശ്രീകുമാർ ആധാരം എഴുത്തുകാരനാണ്. അപ്പോൾ ആധാരം എഴുതുന്നതിൽ പുള്ളി ആധാരം എഴുതുക വെണ്ടക്കൃഷി നടത്താൻ ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ എഴുതി പോയി കഴിയുമ്പോഴേക്കും പുള്ളി പറഞ്ഞു, ഞാനതിലൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്, വെണ്ട എന്നുള്ളതിന് പകരം വേണ്ട കൃഷി എന്നാക്കി. വെണ്ട കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് കഴിയുന്നതാണ്. വേണ്ട കൃഷി എന്ന് പറഞ്ഞാൽ അവന് ഭൂമിയെ ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഈ രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്താണത്? സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് മാറ്റിയിട്ട് ചെമ്പ് പാളി എന്നുള്ളത് ഔദ്യോഗിക രേഖയിൽ ആദ്യമായി വരുന്നത് ഈ മഹസറിലാണ്. ആ മഹസറില 1-ാം പേരുകാരൻ തന്ത്രിയും 2-ാം പേരുകാരൻ മേൽശാന്തിയുമാണ്. അവരടക്കം 10 പേര് അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് വ്യാജരേഖയാണ്. ആ വ്യാജരേഖ ചമച്ച ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയും? നിങ്ങൾ ആരും അത് കൊടുത്തില്ല. ഞാനതെല്ലാം ശ്രദ്ധിച്ചു, അതാണ് കൊടുക്കേണ്ടത്, പക്ഷേ കൊടുത്തില്ല.
ഒരുപക്ഷെ തന്ത്രിക്ക് അത്രയും സ്വാധീനം നിങ്ങളിലൊക്കെ ഉണ്ടാകും, അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ കാലം കൊടുക്കേണ്ടത്. വരേണ്ടതല്ലേ ഇതല്ലേ വാർത്ത? ക്ഷേത്രത്തിലെ ഇതല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇത് സ്വർണം പൊതിഞ്ഞതാണ് എന്നറിയാത്ത ആരെങ്കിലും അതിനകത്തുണ്ടോ? ഈ കണ്ഠര് രാജീവരായിരുന്നു മല്യ ഇവിടെ കൊണ്ടുവന്ന് സ്വർണം പൊതിയുന്ന സമയത്തും തന്ത്രി. അന്ന് വിഷ്വൽ മീഡിയ ഇല്ല അക്കാലത്ത്, ആകെ ഉള്ളത് പത്രങ്ങളാണ്. എല്ലാ ദിവസവും പത്രങ്ങളിൽ മല്ലയ്യയുടെ ഉദ്യോഗസ്ഥന്മാരും ക്ഷേത്രത്തിലുള്ളവരും കൂടി നിൽക്കുന്ന പടം മാതൃഭൂമിയിലും മനോരമയിലും 1-ാം പേജിൽ കണ്ട് ഞങ്ങൾ കൺകുളിർക്ക കണ്ട് ഹർഷോന്മാദം കൊണ്ടിട്ടുണ്ട്. എന്താ കാര്യമെന്നറിയാമോ? ശബരിമലയിൽ ഇതാ സ്വർണം പൊതിഞ്ഞിരിക്കുന്നു. ആ സ്വർണം പൊതിഞ്ഞതാണെന്നറിയാത്ത ഒരാളും ഇല്ലാതിരിക്കെയാണ് ഈ 10 പേര് ചേർന്നിട്ട് വ്യാജ മഹസറുണ്ടാക്കിയത്. അതാണ് ആധികാരിക രേഖ. പത്മകുമാർ പറഞ്ഞില്ലേ, ഈ രേഖ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന്, ഞാൻ ഇട്ടതെന്ന് പറഞ്ഞ്. കാരണം രേഖയിൽ ചെമ്പാണുള്ളത്, രേഖയിൽ സ്വർണ്ണമില്ല എന്ന് പത്മകുമാർ ആദ്യം നിങ്ങളൊക്കെ ചെല്ലുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഈ രേഖയെ അടിസ്ഥാനമാക്കിയാണ്. 18/5-നാണ് ഈ രേഖ ഇറങ്ങുന്നത്. 20-ാം തീയതിയാണ്, 20/5-നാണ് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവ് ഇറങ്ങുന്നത്. അപ്പം ഇതെങ്ങനെ വന്ന്? അല്ലല്ല, എനിക്ക് അയ്യപ്പസ്വാമിയുടെ വസ്തുവകകൾ കട്ടുമുടിക്കുന്നവരോട് അവരെ സംരക്ഷിക്കാൻ BJP തീരുമാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? BJP പറയണ നിങ്ങൾ ആദ്യം ചോദ്യം ചെയ്തത് മന്ത്രിയെയാണ്, എന്നിട്ട് മന്ത്രിയെ നിങ്ങൾ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, കടകംപള്ളി സുരേന്ദ്രന്. പിന്നെയാണ് നിങ്ങൾ തന്ത്രിയെ ചോദ്യം ചെയ്തത്, തന്ത്രിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത്. നിങ്ങൾ മന്ത്രിയെയും കൂടി അറസ്റ്റ് ചെയ്യണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. 1-ാം പ്രതിയായിട്ട് തന്ത്രിയാണ് വരിക, നിർത്തിയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, തന്ത്രി ദേവൻ്റെ രക്ഷകനാണെന്ന്. അതായത് ഈ DT എന്ന് പറഞ്ഞ സാധനം നമ്മൾ പ്രതിഷ്ഠിക്കുമല്ല, ദേവൻ, അത് മൈനറാണ്, ലീഗലി മൈനറാണ്. അത് ഇറ്റ് ഈസ് എ ലീഗൽ എൻറ്റിറ്റി ദാറ്റ് എൻജോയ്സ് മൈനോറിറ്റി റൈറ്റ്സ്, മൈനർ റൈറ്റ്സ്, നോട്ട് മൈനോറിറ്റി, മൈനർ റൈറ്റ്സ്. It is the duty of the guardian to protect the rights of the minor. And Tantri is one of the guardians, so he has got every responsibility to protect the right of the minor. അത് സത്യമാണ്, അത് ചെയ്തിട്ടില്ല. ആരെങ്കിലും ഇങ്ങനെ ചെയ്യണമെങ്കിൽ അത് തടയേണ്ട ബാധ്യതയുണ്ട്. മൈനറിൻ്റെ സ്വത്ത് നമുക്ക് എടുക്കാൻ പാടില്ല. നമുക്ക് ഗാർഡിയൻഷിപ്പ് കിട്ടിയാലും ഒരു മൈനറിൻ്റെ സ്വത്ത് നമുക്ക് എടുക്കാൻ പാടില്ല, അത് ഇല്ലീഗലാണ്. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. അത് BJP അഭിപ്രായമാണല്ലോ പറഞ്ഞേക്കണേ. BJP തന്ത്രിയെ സംരക്ഷിക്കണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. BJPയുടെ അഭിപ്രായം അതാണ്. കാരണം തന്ത്രിയെ മാത്രമല്ല മന്ത്രിയെ കൂടി നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്നാണ് ചോദ്യം.